നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തന്നെ ആക്രമിച്ചത് മകൻ അഫാൻ തന്നെ എന്ന് ഷമി പറയുമ്പോൾ വെഞ്ഞാറമൂടിലെ കൊലയ്ക്ക് പിന്നിലെ കാരണം വ്യക്തമാണ്. കിളിമാനൂർ CI മൊഴി രേഖപ്പെടുത്തിയപ്പോഴായിരുന്നു അഫാനെ അതുവരെയും തള്ളിപ്പറയാതെന്ന ഷമി ഒടുവിൽ സത്യം പറഞ്ഞത്. കട്ടിൽ നിന്നും വീണതാണ് എന്നായിരുന്നു അതുവരെയും ഷമി ഉറപ്പിച്ചു പറഞ്ഞത്. കിളിമാനൂർ CI എത്തിയതോടെ എല്ലാം മാറിമറിയുകയായിരുന്നു. 3 കേസുകളിലായിട്ടാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് അന്വേഷിക്കുന്നത്. സ്നേഹം, ഭയം, പക ഇതൊക്കെയാണ് കൂട്ടക്കൊലയ്ക്ക് അഫാന്റെ കാരണങ്ങൾ. 5 പേർ 3 വീടുകളിലായി ക്രൂരമായി കൊല്ലപ്പെട്ടപ്പോഴും അയൽക്കാർ ഒരു ചെറിയ നിലവിളി ശബ്ദം പോലും പുറത്തു കേട്ടില്ല എന്നതാണ് വാസ്തവം. ചുറ്റിക കൊണ്ട് തലയൊട്ടി തല്ലിപ്പൊളിച്ചാണ് അഫാൻ തന്റെ ക്രൂര ലക്ഷ്യം നിറവേറ്റിയത്. കൊല നടന്ന വീടുകളിലെല്ലാം സമീപത്ത് നിരവധി വീടുകളുണ്ട്. എന്നിട്ടും ആരും ഒന്നും അറിഞ്ഞില്ല. അഫാൻ കീഴടങ്ങിയതിന് പിന്നാലെ പോലീസും ആംബുലൻസും എല്ലാം എത്തിയപ്പോഴായിരുന്നു നാട്ടുകാരും അയൽക്കാരുമെല്ലാം നടുങ്ങിയത്. കൂട്ടക്കൊലപാതകത്തിന് പിന്നിൽ സാമ്പത്തിക പ്രതിസന്ധി തെളിവാകുന്ന രേഖകളടക്കം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ഇതിനിടെയാണ് ഷമീനെയും റഹീം അറിയാതെ തനിക്ക് 35 ലക്ഷം രൂപയുടെ കടമുണ്ട് എന്ന് വെളിപ്പെടുത്തിയത്. ഈ പണം എന്തിനു വേണ്ടി ചെലവഴിച്ചുവെന്ന് ഇനി ഷമി ഉത്തരം പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അഫാനെ കാണണമെന്നും ജയിലിൽ നിന്ന് ഇറക്കണമെന്നും ഷമീന അഭ്യർത്ഥിച്ചിരുന്നു. ഞാൻ കട്ടിൽ നിന്ന് വീണതാണ്, എനിക്ക് സംഭവിച്ചതും അതുതന്നെയാണ്, എന്റെ ഓർമ്മയിലും അതുതന്നെയാണ്. പോലീസുകാർ 2 തവണ ചോദിച്ചു. എനിക്ക് അന്ന് സ്കൂളിൽ കൊച്ചിനെ വിട്ട കാര്യമൊക്കെ ഓർമ്മയുണ്ട്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. സാറേ, എന്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റുമോ? എന്റെ കൊച്ചിനെ ഇറക്കിത്തരണം. ഇളയവൻ മരിച്ചുപോയി. എനിക്ക് മൂത്ത മകനേ ഉള്ളൂ. അവനെയെങ്കിലും എനിക്ക് ഇറക്കിത്തരണം. അവനെ പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തേനെ എന്നായിരുന്നു ഷമി ഒരു മാധ്യമത്തോട് പ്രതികരിച്ചത്. പിന്നീടാണ് മകനെതിരെ നിർണായക മൊഴി കൊടുക്കാൻ ഷമി തയ്യാറായത്. അഫാൻ തന്നെയാണ് ആക്രമിച്ചത്. ഭർത്താവ് അറിയാതെ 35 ലക്ഷത്തിന്റെ കടമുണ്ട്. സംഭവ ദിവസം 50,000 രൂപ തിരികെ നൽകണമായിരുന്നു. പണം ചോദിച്ച് തട്ടത്തുമലയിലെ ബന്ധുവിന്റെ വീട്ടിലേക്ക് പോയപ്പോൾ അധിക്ഷേപം നേരിട്ടു. ഇത് മകന് സഹിച്ചില്ലെന്നാണ് ഷമീനയുടെ മൊഴിയിൽ പറയുന്നത്. തിരികെ വീട്ടിലെത്തിയപ്പോൾ അഫാൻ ആദ്യം കഴുത്തുഞ്ഞെരിച്ച് ചുമരിൽ തലയിടിച്ചു. ഇതോടെ ബോധം നഷ്ടമായി. പിന്നെ ബോധം വന്നപ്പോൾ അഫാൻ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു. മക്കളുമത് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നതായും ഇതിനായി യൂട്യൂബിൽ ഇളയ മകനെ കൊണ്ട് പലതും ഗൂഗിളിൽ സെർച്ച് ചെയ്യിപ്പിച്ചുവെന്നുമാണ് ഷമീനയുടെ മൊഴി. ഷമീനയുടെ കൃത്യമായ മൊഴി ഇങ്ങനെയാണ്: ഉമ്മച്ചി എന്നോട് ക്ഷമിക്കണമെന്ന് അഫാൻ പറഞ്ഞു. ക്ഷമിച്ചു മക്കളെ എന്ന് പറഞ്ഞു തീരും മുമ്പ് അഫാൻ പിന്നിൽ നിന്ന് ഷോൾ കൊണ്ട് കഴുത്തുഞ്ഞെരിച്ചു. ഭർത്താവ് അറിയാതെ 35 ലക്ഷം രൂപയുടെ കടമുണ്ട്. 50,000 രൂപ തിരിച്ചു കൊടുക്കേണ്ട ദിവസമാണ് സംഭവം നടന്നത്. പണം ചോദിച്ച് തട്ടത്തുമലയിലെ ബന്ധുവീട്ടിൽ പോയപ്പോൾ അധിക്ഷേപം നേരിട്ടു. ഇത് അഫാന് സഹിക്കാനായില്ല. ആത്മഹത്യ ചെയ്യാൻ നിശ്ചയിച്ചിരുന്നതായും ഇതിനായി ഇളയ മകനുമൊത്ത് യൂട്യൂബിൽ വീഡിയോകൾ കണ്ടിരുന്നതായും ഷമി പറയുന്നു. ബോധം വന്നപ്പോൾ പോലീസുകാർ ജനൽ തകർക്കുന്നതാണ് കണ്ടത്. ആംബുലൻസ് ഡ്രൈവർ നടത്തുന്ന വെഞ്ഞാറമൂട് മേലെ കുറ്റുമൂടുള്ള സ്നേഹസ്പർശം സൈക്കോ സ്പെഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്ററിൽ വെച്ച് കിളിമാനൂർ CI B ജയൻ മൊഴി രേഖപ്പെടുത്തിയപ്പോഴായിരുന്നു ഷമി ഈ നിർണായക മൊഴി വെളിപ്പെടുത്തിയത്. ഉമ്മയും മകനും കൂടി ഉണ്ടാക്കിയ കടബാധ്യതകൾ, അതിന്റെ യഥാർത്ഥ ചിത്രം പുറത്തുവരുമെന്ന് ഉമ്മ പേടിക്കുന്നു. അതാണ് ആ മോനെ കാണണമെന്ന് പറഞ്ഞ് കരയുന്നത്. അഫാന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഈ ഉമ്മ തന്നെ, അവരുടെ പണക്കൊതി എന്നൊക്കെ തന്നെയാണ് രൂക്ഷ വിമർശനം ഉയരുന്നത്. ഷമി മൊഴി മാറ്റിയത് കണക്കിലെടുത്ത് അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. വരും ദിവസങ്ങളിൽ വീണ്ടും മൊഴിയെടുക്കും. ഷമി പണം നൽകാനുണ്ടെന്ന പരാതി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു. പരാതിയുമായി 1-ലധികം പേർ സമീപിച്ചതായാണ് സൂചന. പരാതിക്കാരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അഫാന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് വ്യക്തത വരുത്താനാണിത്. കുടുംബത്തിന് എത്ര ലക്ഷം രൂപയുടെ കടമുണ്ടെന്ന കാര്യത്തിലും പൂർണ്ണ വ്യക്തത വന്നിട്ടില്ല. 65 ലക്ഷത്തിന് മുകളിൽ സാമ്പത്തിക ബാധ്യത ഉണ്ട് എന്നാണ് അഫാൻ മുമ്പ് പറഞ്ഞതെങ്കിലും തന്റെ കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യത ഇല്ല എന്നാണ് പിതാവ് അബ്ദുറഹീം പറയുന്നത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാന്റെ തെളിവെടുപ്പ് കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത്. അനുജൻ അഫ്സാനെയും പെൺസുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്തിയ പേർമലയിലെ വീട് ഉൾപ്പെടെ 7 സ്ഥലങ്ങളിലായിരുന്നു തെളിവെടുപ്പ് നടന്നത്. അനുജൻ അഫ്സാനെയും പെൺസുഹൃത്ത് ഫർസാന എന്നിവരെ കൊലപ്പെടുത്തിയതിൽ വെഞ്ഞാറമൂട് പോലീസ് എടുത്ത കേസിലാണ് തെളിവെടുപ്പ് നടന്നത്. ഭാവവ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് സ്വന്തം വീട്ടിൽ വെച്ച് താൻ ചെയ്ത ക്രൂരതകൾ അഫാൻ പോലീസിന് വിവരിച്ചു നൽകിയത്. നേരെ സ്വർണമാല പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിലേക്കും പോയി. അവിടെ നിന്ന് പിന്നീട് കൊല്ലാൻ ഉപയോഗിച്ച ചുറ്റികയും അതിടാൻ ബാഗ് വാങ്ങിയ കടകളിലേക്കും പോയി. നേരത്തെ കൂട്ടക്കൊലപാതകത്തിന് ഇരകളെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ തനിക്ക് പ്രചോദനമായത് സുഹൃത്തിന്റെ അപകടമരണമെന്നാണ് അഫാൻ പറഞ്ഞതായി സൂചന പുറത്തു വന്നത്. അഫാന്റെ സുഹൃത്ത് ബൈക്ക് അപകടത്തിൽ തല മരത്തിലിടിച്ചാണ് മരിച്ചത്. തലയ്ക്ക് പരിക്കേറ്റാൽ മരിക്കുമെന്ന് മനസ്സിലായതോടെയാണ് ഈ പദ്ധതിയിലൂടെ എല്ലാവരെയും തലക്കടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് പോലീസിനോട് അഫാൻ പറഞ്ഞതായി സൂചനകൾ പുറത്തുവന്നത്. അഫാൻ എന്തുകൊണ്ടാണ് കൊലപാതകങ്ങൾക്ക് ചുറ്റിക തിരഞ്ഞെടുത്തതെന്ന വിവരങ്ങളും ലഭിച്ചിരുന്നു.
എല്ലാവരെയും കൊലപ്പെടുത്താൻ ആദ്യം ഇരുമ്പ് കമ്പി വാങ്ങാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നതെന്നും കൊണ്ടു നടക്കാൻ എളുപ്പത്തിനായാണ് ചുറ്റിക വാങ്ങിയതെന്നുമാണ് അഫാൻ പറഞ്ഞത്. ചുറ്റിക കൊണ്ട് ആക്രമിച്ചാൽ കൊല്ലപ്പെടുമെന്ന് ഉറപ്പായിരുന്നെന്നും അന്ന് പറഞ്ഞിരുന്നു. ഷെമിയുടെ മൊഴിക്ക് സമാനമായ മൊഴിയാണ് അഫാനും നേരത്തെ പോലീസിന് നൽകിയത്. ഷെമിക്ക് റഹീം അറിയാതെ 35 ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നതായി ഷെമി പറയുന്നുണ്ട്. അഫാന് സാമ്പത്തിക ബാധ്യത തന്നെയെന്ന് നേരത്തെ അന്വേഷണ സംഘം ഉറപ്പിച്ചിരുന്നു. അബ്ദുറഹീം സൗദിയിൽ നടത്തിയിരുന്ന വ്യാപാരത്തിന് തകർച്ച നേരിട്ടിട്ടും കുടുംബത്തിന്റെ ആഡംബര ബാധ്യതകളുടെ ആക്കം കൂട്ടിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ ക്രൂരമായി ആക്രമിച്ച ശേഷം വീട്ടിലെ ഗ്യാസ് തുറന്നുവിട്ടത് വസ്തുവകകൾ ബന്ധുക്കൾ കൈവശപ്പെടുത്താതെ കത്തി നശിക്കാനാണെന്നും കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നു. ഈ സംഭവ ദിവസം രാവിലെ 10 മണിക്ക് വീടിനുള്ളിലെ സോഫയിലിരുന്ന് ഉമ്മയും അഫാനും കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആത്മഹത്യയല്ലാതെ മറ്റു പോംവഴികളൊന്നുമില്ലെന്ന് പരസ്പരം പറഞ്ഞു. ഉടനെ ഉമ്മ പൊക്കോളൂ, ഞാനും അവന് പിന്നാലെ വരാമെന്ന് പറഞ്ഞ് ഉമ്മയുടെ തലയിലുണ്ടായിരുന്ന ഷോൾ അഫാൻ കഴുത്തിൽ ശക്തമായി വരിഞ്ഞു മുറുകി. ഷെമി സോഫയിൽ നിന്ന് നിലത്ത് വീണു, ഒപ്പം താനും വീണു. പിന്നീട് മുറിക്കുള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയി. തല ശക്തിയോടെ തറയിൽ ഇടിപ്പിച്ചു. രക്തം വാർന്നൊഴുകുന്നത് കണ്ട് ഉമ്മ മരിച്ചുവെന്ന് കരുതി മുറിയുടെ വാതിലടച്ച് പുറത്തേക്ക് പോയി. പാങ്ങോട്ടുള്ള കുടുംബ വീട്ടിൽ തനിച്ചു താമസിച്ചിരുന്ന പിതൃമാതാവ് സൽമ ബീവിയുടെ അടുത്തെത്തിയ അഫാൻ എന്റെ ഉമ്മ പോയടി എന്ന് പറഞ്ഞു. തുടർന്ന് തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിച്ചു മുറിവേൽപ്പിച്ച് 88-കാരിയായ സൽമ ബീവിയെയും വകവരുത്തി. അവിടെ നിന്ന് പിതൃ സഹോദരൻ ലത്തീഫിന്റെ വീട്ടിലെത്തി 2 പേരുടെ ജീവനെടുത്തു. ഒടുവിൽ ഉമ്മയുടെ അടുത്തേക്ക് വരണമെന്ന് പറഞ്ഞ് പെൺ സുഹൃത്ത് ഫർസാനെ മുക്കുന്നൂരിലെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി. കാവറയിൽ നിന്ന് തനിക്കൊപ്പം ബൈക്കിൽ കയറിയ ഫർസാനോട് ഈ വണ്ടി ഇടിച്ച് താൻ മരിച്ചാൽ എന്തു ചെയ്യുമെന്ന് യാത്രക്കിടെ പ്രതി ചോദിച്ചു. നിനക്കൊപ്പം ഞാനും മരിക്കുമെന്ന് ഫർസാനയുടെ മറുപടി. തുടർന്ന് പെരുമലയിലെ വീട്ടിന്റെ മുന്നിലെത്തിയപ്പോൾ ഗേറ്റ് പൂട്ടിയ നിലയിലായിരുന്നു. ഉടൻ തന്നെ താനും ഫർസാനയും മതിൽ ചാടി കടന്ന് വീടിനുള്ളിലേക്ക് പ്രവേശിച്ചു. മുകൾ നിലയിലെ മുറിയിലെത്തിച്ച് ഉമ്മ പോയെന്ന് ആദ്യം വെളിപ്പെടുത്തി. മുത്തശ്ശിയും പിതാവിന്റെ ജ്യേഷ്ഠനെയും ഭാര്യയും കൊലപ്പെടുത്തിയെന്നും ഫർസാനയോട് പറഞ്ഞു. നടുക്കുന്ന വിവരങ്ങൾ കേട്ട് കൈകൾ കൊണ്ട് കണ്ണുപൊത്തി തലകുനിച്ച് ഫർസാന സമീപത്തെ കസേരയിലിരുന്നു. പൊടുന്നനെ നീ കരയല്ലേ എന്നും ഞാനും മനുഷ്യനും നിന്റെ പിന്നാലെ വരുമെന്നും പറഞ്ഞ് അടുത്ത് കരുതിയിരുന്ന ചുറ്റിക കൊണ്ട് 2 തവണ പെൺസുഹൃത്തിന്റെ നെറ്റിയിലടിച്ചു. ആദ്യ ആക്രമണത്തിൽ തന്നെ അവളുടെ ജീവൻ നഷ്ടപ്പെട്ടെന്നും പിന്നീട് തലയ്ക്ക് ചുറ്റും അടിക്കുകയായിരുന്നുവെന്നുമാണ് വെളിപ്പെടുത്തൽ. ഇതിനിടെ ഇഷ്ടഭക്ഷണമായ കുഴിമന്തിയും വാങ്ങി വീട്ടിലേക്ക് മടങ്ങിയെത്തിയ സഹോദരനെ അകത്ത് വിളിച്ചു കയറ്റി ഉമ്മ പോയെന്ന് പറഞ്ഞു. നമുക്കും ഉമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ ഹാളിനുള്ളിലെ TV ഓണാക്കിയ ശേഷം അഫ്സാൻ നേർക്ക് ആദ്യമായി ആക്രമണം നടത്തി. ഇക്ക ഇക്ക എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു 14-കാരൻ പിടഞ്ഞു വീണത്. പിന്നാലെ സമീപത്തെ മുറിക്കുള്ളിൽ നിന്ന് അനക്കം കേട്ട് തുറന്നു നോക്കുമ്പോൾ ഉമ്മയുടെ കണ്ണുകൾ ചലിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് ചുറ്റിക കൊണ്ട് പലതവണ ഷെമിയുടെ തലയിലടിച്ചു. രക്തം പരന്നൊഴുകിയിട്ടും കണ്ണുകൾ തുറന്നിരുന്നതോടെ ബലമായി മുറുക്കി അടച്ച ശേഷം പിന്നീട് അഫാൻ പുറത്തേക്ക് കടന്നു. രക്തത്തിൽ കുളിച്ചു കിടന്ന അനുജന്റെ മൃതദേഹത്തിന് അരികിലിരുന്ന് ഏറെ നേരം കരഞ്ഞ ശേഷമായിരുന്നു രക്തക്കറ പുരണ്ട വസ്ത്രങ്ങൾ മാറ്റി കുളിച്ചത്. ഒടുവിൽ അടുക്കളയിലെ ഗ്യാസ് തുറന്നുവിട്ടു. തുടർന്ന് ശീതളപാനീയത്തിൽ എലിവിഷം കലർത്തി കുടിച്ച ശേഷം വീടിന് പുറത്തേക്ക് കടന്നു. ബൈക്ക് സ്റ്റാർട്ടാകാതെ വന്നപ്പോൾ ഓട്ടോ പിടിച്ച് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി വിവരം അറിയിക്കുകയായിരുന്നു. 5 കൊലപാതകങ്ങളിലായി 3 കേസുകളാണ് അഫാന്റെ പേരിലുള്ളത്. 3ലും കഴിഞ്ഞ ദിവസത്തോടെ തെളിവെടുപ്പ് പൂർത്തിയായി. ഇനി എത്രയും പെട്ടെന്ന് തന്നെ കുറ്റപത്രം തയ്യാറാകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.